ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളത് നമ്മുടെ തപസ്സിയിലാണ്. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഓണം പ്രോഗ്രാമാണ് ഇവിടുത്തെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണിക്കാം. ദേവും മീനാക്ഷിയും കൂടെ പൂക്കളത്തിനുള്ള വരയ്ക്കുവാണ്, ഡിസൈൻ വരയ്ക്കുവാണ്. നമ്മുടെ സ്നേഹം ഇട്ടിരുന്ന് ഇലയൊക്കെ അരിയുന്നുണ്ട്. പിള്ളേരെല്ലാം കഷ്ടപ്പെടുവാണ്. പിന്നെ അകത്ത് നാളത്തേക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചർ ഭയങ്കര ജോലിയിലാണ്. നാളത്തേക്കുള്ള എന്തൊക്കെയോ തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. വീഡിയോ കണ്ടപ്പോൾ തിരിഞ്ഞെന്നാണ് ഗൈസ്. വ്ളോഗിൽ വരാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ പിള്ളേരൊക്കെ നാളത്തെ ഡാൻസ് പ്രാക്ടീസിലാണ്. ഒരു ഹായ് പറഞ്ഞു പിള്ളേരെ. അത്രയ്ക്ക് വലിയ ഹായ് ഉണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്തു. നമ്മുടെ പൂക്കളത്തിന്റെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട്. അയ്യോ, അവിടുത്തെ ലൈറ്റിലാണ് ഗൈസ്. വെളിയിലത്തെ ലൈറ്റ് അടക്കല്ലേ ഗൈസ്, ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂക്കളത്തിന്റെ ഡിസൈൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ, അടിച്ച് പൊളിക്കുവാണ്. നാളെ ഒന്നും പറ്റിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് നമസ്കരിച്ചു. അപ്പോൾ നാളെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ കാണാം. നാളെ അടിച്ച് പൊളിക്കുമല്ലേ, നാളെ തകർപ്പല്ലേ, എല്ലാവരും അടിച്ച് പൊളിക്കും. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. നമ്മുടെ തപസ്സിയിലേക്ക് പോകുന്ന വഴി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്, എന്താണ് അവിടുത്തെ അവസ്ഥയെന്നൊന്നും. പിള്ളേരൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു ലേറ്റായിട്ട് വന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടാ. എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ അത്തപ്പൂ ഇടുവാണെങ്കിൽ കാണിച്ചു തരാം. ഇരിക്കുന്ന മീനാക്ഷിയല്ലേ? ആണ്, മീനാക്ഷിയുടെ തലയാണ് ഗൈസ് അത്. ദേവു നല്ല മനോഹരമായ അത്തപ്പൂക്കൾ. പിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ടീച്ചർ ഇവിടെ നോക്കൂ. ടീച്ചർ ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ജാനിക്കുട്ടിയുണ്ട്. അകത്ത് പോയിട്ട് എന്താണ് എന്ന് നോക്കാം. വെട്ടക്കുറവുണ്ടാകും. പിള്ളേരൊക്കെ ഹായ് പറഞ്ഞേ. ഡാൻസ് പ്രാക്ടീസിലാണ്. ഓക്കെ, അവിടെ ഗ്രൂപ്പുണ്ട്. പ്രാർത്ഥന ഇവിടെ ഉണ്ട്, ദേവിയുണ്ട്, കാർത്തികയുണ്ട്. എന്താ പരിപാടി? ഡാൻസ് പ്രാക്ടീസ് ആണോ? പിന്നെ ഡാൻസ് ഒന്നും ഇല്ലേ? എല്ലാവരും ഓരോ തിരക്കിലാണ്. നമ്മുടെ ദേവക്കുട്ടി വരച്ചതാണ് ഈ അത്തപ്പൂക്കളം. കണ്ടോ, ഇത്ര അധികം കഴിവുകളുള്ള കുട്ടിയാണോ ഇരിക്കുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ ദേവു. അറിയാലോ നിങ്ങൾക്ക്. ഇതായിരിക്കും നമ്മുടെ മീനാക്ഷി. കേട്ടാ, അത്തപ്പൂക്കൾ ഏകദേശം തീരാറായി. കുറച്ച് പരിപാടികളും കൂടി ഉള്ളൂ. നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പോവാണ് ഗായ്സ്. നമ്മുടെ ദേവക്കുട്ടി അത്തപ്പൂക്കളൊക്കെ അടിപൊളിയായിട്ട് വരച്ചു ഇട്ടു. ദേവു മീനാക്ഷിയും കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി പൂക്കളമാണ്. ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാപ്പി ഓണം. അകത്തെല്ലാവരും ഉണ്ട്. നമുക്കകത്ത് നിന്നിട്ട് നോക്കാം. ആദ്യം തന്നെ ഞങ്ങളുടെ മലയാളി മങ്ക കോമ്പറ്റീഷൻ ആയിരുന്നു. മുടിഞ്ഞ കോമഡി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ മലയാളി മംഗ കോമ്പറ്റീഷന് ഫസ്റ്റ് ദേവനായിരുന്നു, സെക്കൻഡ് എനിക്കും. സെക്കൻഡ് റൗണ്ടിൽ ഞാനും ഭദ്രയും കൂടെയാണ് വന്നത്. മലയാളത്തിൽ എന്തൊക്കെയാണ് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു ഓണത്തെ പറ്റി. ഞാൻ പിന്നെ കുറേ തട്ടിക്കൂട്ടി, അങ്ങനെ സെക്കൻഡ് കിട്ടി. പിന്നെ നമ്മുടെ അടുത്ത ബാച്ചിൻ്റെ മലയാളി മംഗ കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും നല്ലതായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും പീക്കിൽ സ്വിച്ചിൻ്റെ മലയാളി മംഗ കോമ്പറ്റീഷൻ ആയിരുന്നു. അതായിരുന്നു കാണാൻ ഏറ്റവും കോമഡി ആയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ.
പിന്നെ നമ്മുടെ കുഞ്ഞി സെറ്റിൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിട്ട് പിള്ളേർ കളിച്ചു. അത് കഴിഞ്ഞ് അടുത്ത സെറ്റിൻ്റെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെളിയിൽ പോയിട്ടുള്ള മത്സരങ്ങളൊക്കെ നടത്തുമായിരുന്നു. നമ്മുടെ ലെമൺ ആൻഡ് സ്പൂൺ ആയിരുന്നു ആദ്യം എല്ലായിടത്തെയും പോലെ തന്നെ, പിന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേരായിരുന്നു ആദ്യം, പിന്നെ വലിയ സെറ്റിൻ്റെ ഒക്കെ നടത്തി. സെലിബ്രിറ്റി അമൃത വിനോദ്, സെലിബ്രിറ്റി അല്ലാത്ത ഭദ്ര വൈഷ്ണവി. ഹാപ്പി വേണം. വന്നതേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം ഇവന്റെ പൊട്ടൊക്കെ മാറി വന്നതേ ഉള്ളൂ. എന്താ ഡിലേറ്റേ? കടയിൽ പോയി. എന്റെ കുഞ്ഞെന്റെ എല്ലാ വ്ളോഗിലും ഉണ്ട്. സെലിബ്രിറ്റി അമൃത വിനോദ് ജയിച്ചിരിക്കുന്നു. 10 വയസ്സുള്ള പിള്ളേരുടെ കൂടെ കിടന്ന് ഘടോത്കചന്റെ മത്സരമാണ്. ദേവ് 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 മീനാക്ഷി നാണം കെട്ടോടി, മീനാക്ഷി നാണം കെട്ടോടി, മീനാക്ഷി മീനാക്ഷി ദേവു ഫസ്റ്റ് അടിച്ചേ. ദേവു സെക്കൻഡ് പാലട്ടെ, സെക്കൻഡ് കിട്ടി. സെലിബ്രിറ്റി എന്താ രണ്ടും ഒക്കെ പറയൂ. ഒരുപാട് സന്തോഷമുണ്ടല്ലേ ഈ ഒരു നിമിഷത്തിൽ. ഫസ്റ്റ് കിട്ടി ദേവു. സെറ്റാണ് കണ്ടോ, ഇവിടുത്തെ കുഞ്ഞാവുകളാണ് ഇതൊക്കെ. നീ കുഞ്ഞാവയോ? നീയൊക്കെ വലുത്. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ അടുത്ത മത്സരമായ കസേരകളിയായിരുന്നു. ആദ്യം കുഞ്ഞു പിള്ളേരെ കസേരകളിയായിരുന്നു നടത്തിയിരുന്നത്. പാലുണ്ടിയുടെ ഒരു മാസ് മൂവായിരുന്നു അത്. ഒരു കിടിലൻ മൂവാണ് നമ്മളിപ്പോ കണ്ടത്. ഭദ്രയ്ക്ക് മീനാക്ഷിയെ പേടിയാണോ? അയ്യോ അയ്യോ അങ്ങനെ അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ അങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ ആരോ ഒരാള് അതിവാശിയേറിയ മത്സരം. അങ്കത്തട്ടിലതാ കാർത്തികേയ സിഡ്രും ഇഞ്ചോടിച്ച് പോരാട്ടമാണ് കാണുന്നത്. മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ കാർത്തികയാണ് കസേരയിലേക്ക് ഫസ്റ്റ് അടിച്ചോണ്ട് പോയിരിക്കുന്നത്. സെക്കൻഡ് ആയിട്ട് സിൻഡ്രും ഉണ്ട്. നിനക്ക് വിക്ടറി ഉണ്ട്. ബി ഫോർ വിക്ടറി. വടംവലിക്കുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുവാണ്. അപ്പൊ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വടംവലിക്ക് ജയിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ബാക്കി കാണാം. അതിവാശിയേറിയ മത്സരം ഇവിടെ കാഴ്ച നടക്കുന്നു. മുതിർന്ന കുട്ടികളാണ് ഇവിടെ. ഞങ്ങൾ ടീം ജയിച്ചിട്ടുണ്ട്. ടീമാണ് ടീം ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു സെറ്റിന്റെ വടംവലിയൊക്കെ നടത്തി. പരിപാടിയൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട്. എല്ലാവരും പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിയും. ശ്രീഹിതയാണ് കേട്ടോ. അതെ, നമ്മൾ വയനാട് ദുരന്തമൊക്കെ നടന്നതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ല ഈ പ്രാവശ്യം. വളരെ ലഘുവായിട്ടുള്ള ഒരു ഓണപരിപാടിയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, പായസം കുടിക്കുവാണ് കുട്ടികളെല്ലാം. ടീമിലാണ് റെസ്റ്റ് എടുക്കുവാണ് എല്ലാവരും കണ്ടോ. ടീച്ചർ റെസ്റ്റ് എടുക്കുന്നു, പിള്ളേർ റെസ്റ്റ് എടുക്കുന്നു. അവിടെ പായസം കൂടിയാണ്. എടുക്കാൻ വേണ്ടി പിള്ളേരെ എല്ലാം നേരത്തെ നിർത്തുവാണ് കണ്ടോ. അയ്യോ, സ്വന്തമായി പറയുന്നു, സ്വയം പ്രഖ്യാപിത ബ്യൂട്ടീസ്. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അകത്ത് കയറി ഇന്ന് പാട്ടെടുത്ത് തുള്ളാൻ പോവാണ് ഗായ്സ്. നമ്മൾ പാട്ടിട്ട് തുള്ളാൻ പോവാണ് ഗായ്സ്. ഞാനുണ്ട്, പ്രീതിയുണ്ട്, എല്ലാവരും ഉണ്ട് ഗായ്സ്. നമ്മൾ തുള്ളാൻ പോവാണ്. പോപ്പേ അടിച്ചു പൊളിക്കാൻ പോവല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടി എല്ലാവർക്കും കുട്ടി പിണങ്ങിയിരിക്കുന്നു.
എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ബൈ. കഴിഞ്ഞു ഗൈസ്, മംഗളകരമായിട്ട് കഴിഞ്ഞില്ലേ ദേവികാജി? നമ്മൾ പോവാണ്. ബൈ.